ക്രിക്കറ്റിലൊരു ബാറ്റർ ഒരു സീരീസിൽ മോശമായി ബാറ്റ് ചെയ്യുന്നത് അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. അത് ലോകത്തിലെ എല്ലാ ബാറ്റ്സ്മാൻമാർക്കും എത്ര മികച്ചവരായാലും അത് സംഭവിക്കാറുള്ളതാണ്. പക്ഷേ സഞ്ജു സാംസൺ എന്നൊരു കളിക്കാരൻ ഒരു സീരീസിൽ ഒരു 3 കളി അല്ലെങ്കിൽ പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന് ടീമിൽ സ്ഥാനമില്ലാതാകുക എന്ന് പറഞ്ഞത് വളരെ നിരാശയുള്ളൊരു കാര്യമാണ്. അതിനു മുൻപ് അദ്ദേഹം കളിച്ചത് വേൾഡ് കപ്പാണെന്നും അദ്ദേഹം അവിടെ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നും ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാ ആളുകളും കണ്ടതാണ്, ലോകം കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം. ആ പ്രകടനത്തിന് ശേഷം പിന്നീട് അയർലൻഡ് പര്യടനത്തിലും ഇംഗ്ലണ്ടിനെതിരെയുള്ള ആദ്യത്തെ മാച്ചിലും പെർഫോം ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു ഇപ്പോഴത്തെ ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ ടീമിൽ കളിപ്പിക്കുന്നതിന് വേണ്ടി ലോകകപ്പിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ലോക കിരീടം ഒരുപക്ഷെ ഇന്ത്യക്ക് മേടിക്കൊടുത്തതിൽ മുഖ്യ സ്ഥാനം വഹിച്ചു എന്ന് വേണ്ടി പറയാവുന്ന സഞ്ജു സാംസണെ ബലിയാടാക്കിയിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊരു നീതികേടാണ്. അദ്ദേഹം കളിച്ച 2 ഇന്നിങ്സുകൾ മോശമാണെന്നുള്ള ഒറ്റ കാരണത്താൽ. എനിക്ക് തോന്നുന്നത് ഒന്നും T20യിൽ സമീപകാലത്ത് വലിയ പ്രകടനമൊന്നുമില്ലായിരുന്ന ശ്രേയസ് അയ്യറിനെ ടീമിൽ കൊണ്ടുവന്നുകൊണ്ട് വേൾഡ് കപ്പിന് ശേഷം സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസി എടുത്തു മാറ്റി ശ്രേയസിനെ ടീമിൽ എടുത്തു കൊണ്ടുവന്നതോടുകൂടി ടീമിൻ്റെ ഒരു അസന്തുലിതാവസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വരവ്. പക്ഷേ സെലക്ടർമാർ ഒരുപക്ഷെ സഞ്ജു ക്യാപ്റ്റനാകുമെന്ന് വിചാരിച്ചിരുന്നിടത്താണ് സെലക്ടർമാർ ഒരു ഇതിലും ഇല്ലാതിരുന്ന ശ്രേയസ് അയ്യറിനെ ടീമിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് ഇപ്പോൾ സൂര്യകുമാർ യാദവിനെ ടീമിൽ നിന്ന് എടുത്ത് കളയുന്നു. പിന്നീട് ഇപ്പോൾ സഞ്ജു സാംസണെ ടീമിൽ നിന്ന് എടുത്ത് കളയുന്നു. സിംബാബ്വെ പര്യടനത്തിനുള്ള ടീമിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല, ഡ്രോപ്പ് ആവും. പക്ഷേ ഇതൊരു നീതികേടാണ്. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഒരു സ്ഥാനം അർഹിക്കുന്ന ആൾ തന്നെയാണ്. 1-2 കളിയിൽ അദ്ദേഹം പെർഫോം ചെയ്തില്ല എന്ന് കണ്ടുകൊണ്ട് അതിനു മുൻപ് വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ കളിച്ച ഒരു പ്രത്യേകം മാറ്റുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ നീതീകരിക്കുക എന്നുള്ളൊരു കാര്യമില്ല. അദ്ദേഹം തിരിച്ചു വരും, നന്നായിട്ട് കളിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയാനുള്ളത്.